ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് തേങ്ങ വെട്ടി വയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. കുറച്ച് തേങ്ങയുള്ളൂ, അതിൽ കുറേ കേടുമാണ്. ആദ്യം നമുക്കൊരു വർഷത്തേക്കുള്ള എണ്ണയൊക്കെ ഒന്നിച്ച് നമ്മൾ ആട്ടി വയ്ക്കാറുണ്ട്. ഇപ്പോൾ അതിനുള്ള തേങ്ങയൊന്നുമില്ല. ഓരോ വർഷം ചെല്ലുന്നതോറും ഇങ്ങനെ തേങ്ങ കുറഞ്ഞ് വരികയാണ്. അതിലാണെച്ചാൽ കുറേ തേങ്ങയൊക്കെ ഇടും. അപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ അതൊക്കെ ഒന്ന് പൊളിച്ചു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ അത് വെട്ടി വയ്ക്കാനായിട്ട് തലേ ദിവസം പൊളിച്ച് വയ്ക്കും. അപ്പോൾ രാവിലെ തന്നെ വെട്ടി വയ്ക്കുമ്പോൾ വെയിൽ പോവാതെ നമുക്ക് ഒരു ദിവസത്തെ കംപ്ലീറ്റ് കിട്ടുമല്ലോ. പിന്നെ അത് വെട്ടലിനേക്കാൾ വലിയ പണി അത് വീടിൻ്റെ മുകളിലേക്ക് കയറ്റി കൊണ്ടുവരണം. താഴത്ത് മുറ്റത്തിടാനായിട്ട് സ്പേസ് ഇല്ല. അപ്പം അതൊരു പണി തന്നെയാണ്. അപ്പോൾ ചാക്കിലും അങ്ങനെ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് അതൊക്കെ മുകളിൽ കൊണ്ടു വെച്ചു. പിന്നെ എല്ലാം അങ്ങനെ മലർത്തി വെച്ചു. ഇപ്പോൾ വെയിൽ ഇവിടെ വന്നിട്ടില്ല, വെയിൽ വരുന്നുള്ളൂ. വെയിൽ ഉച്ച വരുമ്പോഴേക്കും നമ്മളത് കൊണ്ടുവന്ന് വെച്ചു. എന്നാലും മുകളിൽ ചൂടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ. പിന്നെ കാക്ക ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളത് നെറ്റൊക്കെ ഇട്ട് മൂടി സ്റ്റിക്കറാക്കിയിട്ട് വെച്ചു. ഇത് നമ്മളൊരു തിരിക്കണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പറമ്പാണ്. ആ പച്ചയായിട്ട് കാണുന്ന നല്ല പച്ചച്ച് കാണുന്നത് നമ്മുടെ സ്ഥലമല്ല, അത് പാടാണ്. താഴെ അത് നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ തിരിച്ചിടുന്ന പറമ്പ്. പാടാന്ന് വെച്ചാൽ അവിടെ അങ്ങനെ വെള്ളമൊന്നും കെട്ടി നിൽക്കുന്ന സ്ഥലമല്ല. അപ്പോൾ അതേപ്പോൾ സന്ധ്യയായി. അപ്പോൾ കൊപ്ര എടുത്ത് വയ്ക്കാൻ വന്നതാണ്. അപ്പോൾ ഇതിവിടെ കുറച്ച് പേരയൊക്കെ നിൽക്കണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. ഇത് വടുകപ്പുളി നാരകമാണ്. അവിടെ ഒരു വടുകപ്പുളി നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അതിവിടെ താഴെയായിട്ട് രണ്ടെണ്ണം അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലായ കാരണം ആദ്യത്തെ ദിവസം തന്നെ നമുക്കത് അടർത്തിയെടുക്കാനായിട്ട് ചിരട്ട അടർത്താനായിട്ട് പറ്റി തുടങ്ങി. നമുക്കൊക്കെ ചിരട്ട അടർത്തിയെടുക്കുകയാണ്. പിന്നെ അധികം ചിരട്ട അടർത്തിയെടുക്കാനൊന്നുമില്ല, കൂടുതലും കൊട്ടത്തേങ്ങയാണ്. 10-20 തേങ്ങയുടെ എങ്ങാനും എടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ എല്ലാം ആദ്യത്തെ ദിവസം തന്നെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് എടുത്തു വെച്ചു. ഇപ്പോൾ നമുക്ക് വീണ്ടും അത് ഉണക്കാടണം. ഒരു 8-10 ദിവസമൊക്കെ അങ്ങനെ തന്നെ ഉണക്കും. ഇപ്പം നല്ല വെയിലായ കാരണം ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ഉണക്കൽ കഴിഞ്ഞ് കിട്ടും. പിന്നെ കൂടുതൽ കൊട്ടത്തേങ്ങയാണല്ലോ, അതിന് കുഴപ്പമില്ല. അപ്പം പെട്ടെന്നാണ് ഉണങ്ങി കിട്ടി പ്രാവശ്യം. അപ്പോൾ പിന്നെ കുറേ ദിവസം വേണ്ടി വന്നില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ കൊപ്രപ്പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാതും നമ്മൾ പിറ്റത്തെ ദിവസം വീണ്ടും പുറത്തേക്ക് വെച്ചതാണത്. കൊട്ടത്തേങ്ങ കാരണം നല്ല ഉണക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മളതൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് വെയിൽ കൊള്ളിക്കാനായിട്ടെല്ലാം വെക്കൽ കഴിഞ്ഞു. അപ്പോൾ വെയിൽ വരുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 8ാമത്തെ ദിവസമൊക്കെ. അപ്പോൾ നല്ല ഉണക്കായപ്പോൾ ആട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്കായി. അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം കൊത്തിയിട്ടു. അത് തന്നെയിപ്പോൾ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുചെന്നല്ല അതിപ്പോൾ ആട്ടി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ചേട്ടൻ കട്ട് ചെയ്തിട്ടു. പിന്നെ നമ്മൾ 2 ദിവസം കൂടിയും വെയിൽ കൊള്ളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആട്ടാൻ കൊണ്ടുപോയി. അങ്ങനെ വെയിലത്തുനിന്ന് വാരി കൊണ്ടുപോകണം, എന്നാലത് അവർ ആട്ടി തരുള്ളൂ. അപ്പോൾ 2 ക്യാനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള എണ്ണയൊന്നും ഇല്ല, ഒരു 5 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. അതിനുള്ള തേങ്ങയുള്ളൂ. കൊപ്രാട്ടി കൊണ്ടുവന്നു, അതാണ് ക്യാനിൽ ഇങ്ങനെ കാണുന്നത്. ആട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ക്യാനിൽ വയ്ക്കാറില്ല. ക്യാൻ തന്നെ ഇരുന്നിട്ട് പൊട്ടിയിട്ട് എണ്ണയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുടത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കും. ആ ചെറിയ പാത്രത്തിൽ അതിൻ്റെ
അടിഭാഗം കീടെന്ന് പറയുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം വെച്ച് ചൂടാക്കിയെടുക്കും. അപ്പോൾ എണ്ണ കേടുകൂടാതിരിക്കും. അപ്പോൾ മുകളിൽ നല്ല വെയിലും നല്ല കാറ്റാണ്, അതാണ് ഇങ്ങനെ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.